നമസ്കാരം. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് സർവീസ് നിയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൊബൈൽ ആപ്പിനെ എല്ലാവർക്കും പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഇത് സർവീസ് സെൻറ്റേഴ്സിനെ മാനേജ് ചെയ്യാനുള്ള മൊബൈൽ ആപ്പാണ്. ഇത് സർവീസ് സെൻറ്ററിൽ നിന്ന് നടക്കുന്ന ബുക്ക് വെച്ചിട്ടും എക്സൽ വെച്ചിട്ടും നമ്മൾ മാനേജ് ചെയ്ത് പോകുന്ന പല കാര്യങ്ങളും ഈ ആപ്പ് വഴി വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഈ ആപ്പിൻ്റെ വെബ്സൈറ്റ് നമുക്ക് ഡെസ്ക്ടോപ്പിൽ ഓപ്പൺ ചെയ്യാനും പറ്റുന്നതായിരിക്കും. ഇപ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് ഈ ആപ്പിൻ്റെ ഗുണങ്ങളും ഈ ആപ്പ് എങ്ങനെ ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോ വഴി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നമുക്ക് നോക്കാം ഇതെങ്ങനെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് പ്ലേ സ്റ്റോർ, ആൻഡ്രോയിഡ് പ്ലേ സ്റ്റോറിൽ നമുക്ക് സർവീസ് നിയർ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ആപ്പ് എളുപ്പത്തിൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഡൗൺലോഡ് ചെയ്ത ആപ്പ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ ലോഗിൻ സ്ക്രീനാണ് കാണുക. അപ്പോൾ നിങ്ങൾക്ക് തന്നിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള യൂസർ നെയിം വെച്ച് നമുക്ക് ഇത് ലോഗിൻ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് നമ്മൾ ലോഗിൻ ചെയ്ത ശേഷം കാണുന്ന ആദ്യത്തെ സ്ക്രീനാണ് ഡാഷ്ബോർഡ്. ഡാഷ്ബോർഡിലാണ് നമുക്ക് എല്ലാം ഈ നമ്മുടെ സർവീസ് സെൻറ്ററിൽ ഇത്രയും കാലം നടന്ന സർവീസസിനെ പറ്റിയിട്ടും എന്തൊക്കെ സർവീസ് നടന്നു, എന്തൊക്കെ സർവീസുകൾ ഇപ്പോൾ പെൻഡിങ് സ്റ്റേജിലാണ്, എത്ര സർവീസ് നമ്മൾ സ്പാർട്സിന് വെയിറ്റ് ചെയ്യുകയാണ്, ഇന്ന് എത്രണ്ണം കംപ്ലീറ്റ് ചെയ്തു, എത്രണ്ണം ഡെലിവേർഡായി, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമുക്കൊന്ന് ഈ ഡാഷ്ബോർഡിൽ നിന്ന് വഴി അറിയാൻ പറ്റും. ഈ ഓരോ സ്റ്റാറ്റസസുകളുമാണ് ഈ മുകളിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. അത് നമുക്ക് സ്ക്രോൾ ചെയ്ത് നമുക്ക് നോക്കാവുന്നതുമാണ്. ഇതിൽ നമുക്ക് ഓരോ സ്റ്റാറ്റസിന് ക്ലിക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ആ സ്റ്റാറ്റസസുള്ള ജോബിനെ നമുക്കിവിടെ സെർച്ച് ചെയ്ത് ഫിൽട്ടർ ചെയ്ത് വരുന്നതായിരിക്കും. അതേമാതിരി തന്നെ ഈ ഡാഷ്ബോർഡിന് നമുക്ക് ഇപ്പോൾ ഒരു കസ്റ്റമറിൻ്റെ പേര് വെച്ചിട്ടോ ഫോൺ നമ്പർ വെച്ചിട്ടോ IMEI വെച്ചിട്ടോ എന്ത് വെച്ചിട്ടും ഈ ഫോണിൻ്റെ പേര് വെച്ചോ കംപ്ലയിൻറ്റ് വെച്ചോ എന്ത് വെച്ചോ നമുക്ക് ഇതുവഴി സെർച്ച് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ പേര് വെച്ച് ഞാൻ സെർച്ച് ചെയ്ത് കാണിച്ചു തരാം. നമുക്ക് ഹരീഷ് എന്ന് പറഞ്ഞിട്ടുള്ള പേര് വെച്ച് നമുക്ക് സെർച്ച് ചെയ്യാം. അപ്പോൾ ഹരീഷ് വെച്ചിട്ടുള്ളത് ഫിൽട്ടറായി വന്നു. ഞാൻ ഒരു മൊബൈൽ നമ്പർ വെച്ചിട്ടുള്ള സെർച്ചും ചെയ്ത് കാണിച്ചു തരാം. മൊബൈൽ നമ്പർ വെച്ച് സെർച്ച് ചെയ്തപ്പോൾ ആ മൊബൈൽ നമ്പറിൽ എത്ര സർവീസ് തന്നിട്ടുണ്ടെന്നുള്ളതും കാണാൻ നമുക്ക് പറ്റും. അതേമാതിരി തന്നെ ഇപ്പോൾ ഐഫോൺ എന്ന് പറഞ്ഞാൽ നമുക്ക് പെർട്ടിക്കുലർ ഒരു ഫോണിൻ്റെ പേര് മാത്രം വെച്ചിട്ട് ഇതിൽ സെർച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ എത്ര ഐഫോണുകൾ വന്നിട്ടുണ്ടോ ആ ഐഫോണുകളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. അതുമാതിരി തന്നെ നമുക്ക് ഈ നമ്മുടെ ഓരോ ഫോണിൻ്റെയും അല്ലെങ്കിൽ ഓരോ റിപ്പയറിൻ്റെയും സ്റ്റാറ്റസ് അറിയാൻ വളരെ എളുപ്പമാണ്. ഈ കളറുകൾ നമ്മൾ നോക്കിയുകൊണ്ട് നമുക്ക് ആ പെർട്ടിക്കുലർ ജോബ് അല്ലെങ്കിൽ ആ റിപ്പയറിൻ്റെ സ്റ്റാറ്റസ് നമുക്ക് തിരിച്ചറിയാൻ വളരെ എളുപ്പമുള്ളതാണ്. ഇനി നമുക്ക് എങ്ങനെയാണ് ഒരു ജോബ് അല്ലെങ്കിൽ ഒരു റിപ്പയർ ആഡ് ചെയ്യുക എന്ന് നോക്കാം. നമുക്ക് ഈ പ്ലസ് ബട്ടൺ അടിയിൽ കാണുന്ന പ്ലസ് ബട്ടൺ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആഡ് സ്ക്രീൻ വരും. അപ്പോൾ ഇതിൽ ഒരു ഫങ്ഷനാലിറ്റി ഉള്ളത് ഷോപ്പിൽ നിന്നാണെന്നുള്ളതും അല്ലെങ്കിൽ കസ്റ്റമറിൻ്റെ ആണെന്നുള്ളതും നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അതായത് പല സർവീസ് സെൻറ്റേഴ്സും ഇന്ന് സ്വന്തമായിട്ട് സർവീസ് സെൻറ്റേഴ്സ് അല്ലെങ്കിൽ ആ ഷോപ്പിൽ വരുന്ന സർവീസസ് മാത്രമല്ല ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പല പുറത്തുനിന്നും വേറെ കടകളോ അല്ലെങ്കിൽ വേറെ ഷോപ്പുകളോ എടുക്കുന്ന ഫോണോ സർവീസോ അല്ലെങ്കിൽ കംപ്ലയിൻസോ നിങ്ങളുടെ സർവീസ് സെൻറ്ററിൽ വന്ന് സർവീസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് ഒരു ഷോപ്പിനെ അങ്ങനെ സെലക്ട് ചെയ്ത് ഷോപ്പിൻ്റെ അണ്ടറിൽ ജോബ് എൻ്റർ ചെയ്യാൻ പറ്റുന്നതാണ്. ഈ കാണുന്നതൊക്കെ നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള ഷോപ്പുകളുടെ പേരുകളാണ്. അപ്പോൾ ഈ പേരുകളിൽ മാമ്പുള്ളി എന്ന് പറഞ്ഞ ഷോപ്പ് നമ്മൾ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ജോബ് വേണമെങ്കിൽ എൻ്റർ ചെയ്യാം. അല്ലെങ്കിൽ ഷോപ്പ് അല്ലാതെയും ഒരു ഡയറക്റ്റ് കസ്റ്റമറിൻ്റെ സർവീസ് നമുക്കിത് ഇതാക്കാം. നമുക്കിപ്പോൾ ഡയറക്റ്റ് കസ്റ്റമറിന് എങ്ങനെയാണ് സർവീസ് ചെയ്യുക എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ജസ്റ്റ് നമ്മൾ ആഡ് ചെയ്യേണ്ടത് ഫോണിൻ്റെ പേര്. അപ്പോൾ നമുക്ക് നോക്കാം. ഫോണിൻ്റെ പേര്, മോഡൽ, IMEI, പാറ്റേൺ ലോക്ക്. ഇപ്പോൾ എന്തെങ്കിലും പാറ്റേൺ ലോക്കോ പാസ്വേഡോ ആ കസ്റ്റമർ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കതവിടെ നമ്പറായിട്ട് നമുക്ക് സേവ് ചെയ്ത് വയ്ക്കാം. 1423 എന്ന് പറഞ്ഞ നമ്പറായി സേവ് ചെയ്ത് വയ്ക്കാം. കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ കംപ്ലയിൻ്റ് എന്താണെന്ന് നമുക്കിവിടെ സ്പെസിഫൈ ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് സേവ് ചെയ്ത് വയ്ക്കാം. അതിനുശേഷം നമുക്ക് എന്നാണ് ഈ ഫോൺ കൊടുക്കുന്നത്, തിരിച്ച് അവർക്ക് സർവീസ് ചെയ്ത് കൊടുക്കാൻ പോകുന്ന ഡേറ്റാണ് നമുക്ക് കൊടുക്കാവുന്നത്. അതേമാതിരി തന്നെ നമ്മൾ അഡ്വാൻസ് വയ്ക്കുമ്പോഴും അല്ലെങ്കിൽ എസ്റ്റിമേറ്റ് പറയുന്നതും നമുക്കിതിൽ സേവ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതേമാതിരി നമ്മൾ ഏതൊക്കെ ആക്സസറീസ് ആ കസ്റ്റമറിൽ നിന്ന് വാങ്ങിയെന്നുള്ളതും കാണാനും സേവ് ചെയ്യാനൊക്കെ ഈ വഴി സേവ് ചെയ്ത് വെക്കാൻ പറ്റാവുന്നതാണ്. അതേമാതിരി തന്നെ നമുക്ക് കസ്റ്റമേഴ്സിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഇതിൽ സേവ് ചെയ്യാവുന്നത്. കസ്റ്റമറിൻ്റെ പേര്, ഫോൺ നമ്പർ.
ഇത് ഫോൺ നമ്പർ നിർബന്ധമല്ല, പക്ഷേ ഫോൺ നമ്പർ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്തെടുക്കാൻ വളരെ എളുപ്പമായിരിക്കും ഭാവിയിൽ. അതേമാതിരി തന്നെ കസ്റ്റമറിന് ഒരു SMS പോകുന്നതായിരിക്കും. അതായത് നിങ്ങളുടെ സർവീസ് സെൻറ്ററിൽ ഒരു നിങ്ങൾ ആ കസ്റ്റമർ ഫോൺ സർവീസ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു SMS പോകുന്നതായിരിക്കും. അത് കസ്റ്റമേഴ്സിന് വളരെ എളുപ്പമായിരിക്കും. അത് എവിടെ അതിനെ പറ്റിയിട്ട് അറിയാൻ ആ SMS ഒരു ലിങ്കും ഉണ്ടായിരുന്നതായിരിക്കും. ഞാനിപ്പോൾ ഇത് എൻ്റർ ചെയ്ത് കാണിച്ചു തരാം. ഞാനിപ്പോൾ ഇതിലിപ്പോൾ നിങ്ങൾ കാണുന്നത് ഞാൻ ഓൾറെഡി ഡാറ്റ ഫില്ല് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ കണ്ടോ, നമ്മൾ ഫോൺ നെയിം ഓപ്പോന്നും മോഡൽ നെയിം Y12 എന്നും അതേമാതിരി IMEI നമ്പറിന് ലാസ്റ്റ് 4 നമ്പറും അതേമാതിരി പാറ്റേൺ എങ്ങനെയാണ് അവർ പാറ്റേൺ ലോക്ക് ഇട്ടിട്ടുള്ളത് എന്നുള്ളതും അതേമാതിരി എന്താണ് കംപ്ലയിൻ്റ് എന്നുള്ളതും എന്നാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നതെന്നും അതിൻ്റെ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് മിനിമം ആൻഡ് മാക്സിമം. മിനിമം എന്ന് പറയുന്നത് ഏറ്റവും കുറഞ്ഞത് എത്ര വരുന്നു, മാക്സിമം എത്ര വരും എന്നുള്ളതാണ് നമ്മൾ ഇവിടെ സേവ് ചെയ്ത് വെച്ചിട്ടുള്ളത് അല്ലെങ്കിൽ നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ളത്. അതിന് കസ്റ്റമറിൽ നിന്ന് എത്ര അഡ്വാൻസ് വാങ്ങുന്നുണ്ടെന്നുള്ളതും ആക്സസറി ആയിട്ട് എന്ത് വാങ്ങിച്ചു വയ്ക്കുന്നുണ്ടെന്നുള്ളതും അതേമാതിരി കസ്റ്റമർ ഡീറ്റെയിൽസും നമ്മളിവിടെ ഫില്ല് ചെയ്തിട്ടുള്ളത്. നമുക്കതിപ്പോൾ സേവ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഫോൺ നമ്പർ കൊടുത്തിട്ടുള്ളതുകൊണ്ടാണ് ഈ പോപ്പപ്പ് വരുന്നത്. അതായത് SMS അയക്കണോ അയക്കണ്ടേ എന്നുള്ളത്. എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ SMS കസ്റ്റമറിന് SMS പോകുന്നതായിരിക്കും. അപ്പോൾ ഈ പോപ്പപ്പ് എന്തിനാണ് കാണിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് ജോബിൻ്റെ ഡീറ്റെയിൽസ്, ജോബിൻ്റെ നമ്പർ, നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബിൽ നമ്പർ. ഇപ്പോൾ നമുക്ക് SMS ലഭിച്ചു. ഞാൻ ഈ ഫോൺ നമ്പറിലേക്ക് തന്നെയാണ് ഫോൺ നമ്പർ കൊടുത്തത്, അതുകൊണ്ട് നമുക്ക് ഈ SMS ലഭിച്ചു. ഇപ്പോൾ ഈ പോപ്പപ്പ് വഴി നമുക്കറിയാവുന്നത് എന്താണ് കസ്റ്റമറിൻ്റെ പേര്, അതൊക്കെ അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും ഏതെങ്കിലും ഇനിയിപ്പോൾ എഴുതി കൊടുക്കാൻ താല്പര്യപ്പെടുന്ന ആൾക്കാർക്ക് എഴുതി കൊടുക്കാം, അല്ലെങ്കിൽ കാർഡിൽ എഴുതി കൊടുക്കുന്ന ആൾക്കാർക്ക് കാർഡിൽ എഴുതി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പോപ്പപ്പ് നമ്മൾ ഉപയോഗിക്കുന്നത്. കണ്ടിന്യൂ അടിച്ച് കഴിഞ്ഞാൽ ഇത് ഡാഷ്ബോർഡിലേക്ക് നമുക്ക് വരും. അപ്പോൾ നമ്മൾ നേരത്തെ അടിച്ച ജോബിനെ ഇവിടെ കാണാൻ പറ്റും. ഇതുവഴി നമുക്ക് എന്തറിയാൻ പറ്റും വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ അടിച്ച ജോബിൻ്റെ ക്രിയേറ്റ് ചെയ്തു. ഇപ്പോൾ നിങ്ങൾ താഴത്ത് കാണാൻ പറ്റും, നിങ്ങൾക്ക് ഈ അടിഭാഗത്തായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഇത് ക്രിയേറ്റായി, ഇതാണ് ഇന്ന യൂസറാണ് ക്രിയേറ്റ് ചെയ്ത് ഇത്ര മണിക്കാണ് ക്രിയേറ്റ് ചെയ്തത് എന്ന് പറഞ്ഞിട്ട്. ഇത് ഡീറ്റെയിൽസിലേക്ക് പോയാൽ നമ്മൾ നേരത്തെ അടിച്ചു കൊടുത്ത എല്ലാ ഡീറ്റെയിൽസും ഇവിടെ കാണാൻ സാധിക്കുന്നതായിരിക്കും. ഇതുവഴി നേരിട്ട് നമുക്ക് കോൾ ചെയ്യാനും സാധിക്കുന്നതാണ്. കോൺടാക്റ്റിന് നമ്മൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കോൾ ചെയ്യാനും സാധിക്കുന്നതാണ്. അതേമാതിരി നമുക്കിനി ഒരു സ്റ്റാറ്റസ് മാറ്റി നോക്കാം. ഞാനൊരു സ്റ്റാറ്റസ് ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഇതിനെ നമുക്ക് ആദ്യം പെൻഡിങ് സ്റ്റാറ്റസിലേക്കാണ് ഇത് ചേഞ്ച് ചെയ്യാം. പെൻഡിങ് സ്റ്റാറ്റസിലേക്ക് എന്താണ് ചേഞ്ച് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഇന്നത് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ജോബുകളെ എല്ലാത്തിനും നമുക്ക് ആദ്യം പെൻഡിങ് സ്റ്റാറ്റസിൽ മാറ്റി നമുക്ക് എന്തെങ്കിലും മെസ്സേജ് സേവ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അടിച്ച് സേവ് ചെയ്ത് വെക്കാൻ സാധിക്കുന്നതാണ്. ജോബ് സ്റ്റാർട്ടഡ്, നീഡ് ടു ഡു, നമുക്കിത് ചേഞ്ച് ചെയ്ത് നോക്കാം. ഇപ്പോൾ നമുക്ക് ഈ സ്റ്റാറ്റസായിട്ട് പുതിയ സ്റ്റാറ്റസ് പെൻഡിങ് സ്റ്റാറ്റസായിട്ട് കാണാൻ പറ്റും. അതേമാതിരി തന്നെ ആ ജോബിൻ്റെ കളർ ചേഞ്ച് ചെയ്ത് കാണാൻ പറ്റും. നമുക്കിത് ഇൻ പ്രോഗ്രസ് ആയിട്ട് ചേഞ്ച് ചെയ്ത് നോക്കാം. ഇൻ പ്രോഗ്രസ് സ്റ്റാർട്ടഡ്, നിങ്ങൾക്ക് കാണാവുന്നത് അത് ആ ജോബ് ഇപ്പോൾ വേറെ കളറിലേക്ക് മാറിയത് കാണാം, ഇൻ പ്രോഗ്രസ് കളറിലേക്ക്. ഇതേമാതിരി തന്നെ നമുക്ക് സർവീസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സർവീസ് കംപ്ലീറ്റഡ്, ഡിസ്പ്ലേ ചേഞ്ച്ഡ്. അപ്പോൾ നമുക്ക് ബാക്കിൽ പോയി നോക്കിയാൽ കാണാം, ഇത് സർവീസ് കംപ്ലീറ്റഡ് ആയിട്ട് കാണാൻ പറ്റും. ഈ സർവീസ് കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ മോഡിൽ കാണുന്ന ഇതിൻ്റെ ഉള്ളിൽ ചതുരമായിട്ട് വെച്ചിട്ടുള്ള നമ്പറുകളുടെ ഉള്ളിൽ നമുക്ക് സർവീസ് കംപ്ലീറ്റഡ് എന്നിട്ടുള്ള കളർ നമ്പറിൽ ഒന്നുകൊണ്ട് കാണാൻ പറ്റും. ഇത് തന്നെ നമുക്ക് കംപ്ലീറ്റഡ് ആയിട്ട് അടിക്കുമ്പോഴാണ് നമ്മൾ ഫൈനലായിട്ട് കോസ്റ്റ് നമ്മൾ കൊടുക്കുന്നത്. എത്രയാണ് അതിൻ്റെ കോസ്റ്റ് വരുന്നത്. അപ്പോൾ മിനിമം മാക്സിമം നമുക്കത് എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യാം. എന്നിട്ട് ചേഞ്ച് കൊടുത്തു കഴിഞ്ഞാൽ കംപ്ലീറ്റഡ് ആയി. അപ്പോൾ ഈ കംപ്ലീറ്റഡ് ആകുമ്പോൾ SMS കസ്റ്റമറിന് പോകുന്നതായിരിക്കും. ഇങ്ങനെ നമുക്ക് ഓരോ ജോബിനും സ്റ്റാറ്റസസ് മാറ്റാൻ സാധിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് ജോബ് ആഡ് ചെയ്യുന്നതും ജോബിനെ സെർച്ച് ചെയ്യുന്നതും മാത്രമല്ലാതെ എന്തൊക്കെ ഫങ്ഷനാലിറ്റീസാണ് ഈ ആപ്പിലുള്ളതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് സൈഡ് മെനു ഓപ്പൺ ചെയ്താൽ നമുക്ക് കാണാവുന്നതാണ്. നമുക്ക് ജോബ് ആഡ് ചെയ്യാം, പേയ്മെൻറ്റ്സ് കാണാൻ പറ്റും, എത്രയൊക്കെ നമുക്ക് പേയ്മെൻറ്റ്സ് കിട്ടിയെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഇതിൽ നമുക്ക് കാണാൻ പറ്റുന്നത് നമുക്ക് ടോട്ടൽ ഇത്ര രൂപയാണ്, 7493 രൂപയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. 24 പേയ്മെൻറ്റ്സാണ് നമുക്ക് കിട്ടിയിട്ടുള്ളതും എന്നാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. അതേമാതിരി തന്നെ നമുക്ക് സെറ്റിങ്സ് പോയി നോക്കാം, എന്തൊക്കെ ഫങ്ഷനാലിറ്റീസാണ് വേറെ ഉള്ളത് എന്നുള്ളത്. അപ്പോൾ ഈ ആപ്പ് വഴി നമുക്ക് ഒരു ലോഗിനല്ല, മൾട്ടിപ്പിൾ, ഇപ്പോൾ നമുക്കൊരു സർവീസ് സെൻറ്റേഴ്സിൽ ഒന്നിൽ കൂടുതൽ സർവീസ് ചെയ്യുന്ന ആൾക്കാരും റിസപ്ഷനിസ്റ്റും മാനേജ് ചെയ്യാൻ ആൾക്കാരും ഉണ്ടെങ്കിൽ അവർക്കൊക്കെ യൂസർ നെയിംസും ലോഗിൻസും നമുക്ക് കൊടുക്കാവുന്നതാണ്. അതുവഴി നമുക്ക് ഗുണം കിട്ടുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ സ്റ്റാറ്റസ് ചേഞ്ച് ചെയ്യുമ്പോഴും ക്രിയേറ്റ് ചെയ്യുമ്പോഴും ഇത് ആര് ചെയ്തു എപ്പോൾ ചെയ്തു എന്നത് നമുക്ക് ഇതുവഴി അറിയാൻ സാധിക്കുന്നതാണ്. അത് ഈ കാണുന്ന യൂസർ ലിസ്റ്റും യൂസർ ആഡും വെച്ചിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ നമുക്ക് ചെയ്യാവുന്നത്.
അതേമാതിരി തന്നെ നമുക്ക് ഇപ്പോൾ ഒരു സർവീസ് സെൻറ്റർ വേറൊരു കടകളിൽ നിന്ന് പല കടകളിൽ നിന്നും നമ്മൾ സർവീസ് എടുത്ത് ചെയ്യുന്ന ഒരു സർവീസ് സെൻറ്റർ ആണെന്നുണ്ടെങ്കിൽ ആ കടകളിനെ വെച്ച് നമുക്ക് കടകൾ തന്ന ജോബിനെ വേർതിരിച്ചറിയാനും ആ കടകൾക്ക് നമ്മുടെ അവിടെ ആ തന്ന ജോബുകൾ കാണാനും ഇപ്പോൾ നിങ്ങൾ ചിലപ്പോൾ പലപ്പോഴും ചെയ്യുന്നത് രണ്ട് സ്ഥലത്തും ബുക്സ് വെച്ചിട്ടുണ്ടാവും. ആ കടകളും ഒരു ബുക്ക് വെച്ചിട്ടുണ്ടാവും. നമ്മൾ വാങ്ങിക്കൊണ്ടിരുന്ന ഒരു നമ്മൾ റൂട്ടിൽ പോണ ആ പയ്യൻ്റെ കയ്യിൽ ഒരു ബുക്ക് ഉണ്ടാവും. അതേമാതിരി തന്നെ നമ്മുടെ സർവീസ് സെൻറ്ററിൽ ബുക്ക് ഉണ്ടാവും, അല്ലെങ്കിൽ എക്സൽസ് ഉപയോഗിക്കുന്നുണ്ടാവും. അപ്പോൾ ഇതുവഴിയാണ് നിങ്ങളിപ്പോൾ പലതും മാനേജ് ചെയ്യുന്നത്. ഇത് നമുക്ക് ഈ ആപ്പ് വഴി വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ഷോപ്പ് ഇപ്പോൾ നിങ്ങളുടെ അണ്ടറിൽ നിങ്ങൾക്ക് എന്നും സ്ഥിരമായിട്ട് ജോബ് തരണ ഒരു ഷോപ്പിൻ്റെ ഒരു യൂസർ നെയിമും പാസ്വേഡും, അല്ലെങ്കിൽ അവരെ ഒരു ഷോപ്പായിട്ട് നിങ്ങളുടെ കമ്പനീൻ്റെ അണ്ടറിൽ രജിസ്റ്റർ ചെയ്യുക. ഈ ആഡ് ഷോപ്പ് വെച്ച് രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ അവർക്ക് യൂസർ നെയിം പാസ്വേഡ് കിട്ടും. അപ്പോൾ അവർക്കും ഇതേമാതിരി ആപ്പ് ലോഗിൻ ചെയ്തിട്ട് ആ യൂസർ നെയിം പാസ്വേഡ് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഈ ആപ്പിലേക്ക് ലോഗിൻ ചെയ്യാൻ എളുപ്പത്തിൽ സാധിക്കും. എന്നാൽ അവർ തന്ന ജോബ്സിനെ മാത്രം അവർക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. നിങ്ങളവിടെ അവർ തന്നിട്ടുള്ള ആ ഷോപ്പ് നിങ്ങൾക്ക് സർവീസ് സെൻറ്ററിന് ആയിട്ട് തന്നിട്ടുള്ള ജോബ്സിനെ അവർക്ക് അവിടെ കാണാൻ പറ്റും. അതിൻ്റെ സ്റ്റാറ്റസസും കാണാൻ പറ്റും. അതിന് എത്ര രൂപ തന്നു, എത്ര രൂപ വരുമെന്ന് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നതായിരിക്കും. ഞാൻ ഇപ്പോൾ ആഡ് ചെയ്ത് വെച്ച കുറച്ച് ഷോപ്സിൻ്റെ ലിസ്റ്റ് കാണിച്ചു തരാം. ഇപ്പോൾ ഈ കാണുന്നതാണ് നമ്മൾ ആഡ് ചെയ്ത് വെച്ചിട്ടുള്ള പല ഷോപ്പുകളും. ഇതിൽ നമ്മൾ കാണുന്ന ഞാൻ ഇപ്പോൾ ഉദാഹരണത്തിന് Q5 സോഫ്റ്റ് ചുങ്കം എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പിനെ നമുക്ക്, അല്ലെങ്കിൽ ഈ ടെസ്റ്റ് ഷോപ്പ് 1 TSR എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പിനെ നമുക്ക് ലോഗിൻ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഈ ഷോപ്പ് എന്ന് പറയുന്നത് മെയിനായിട്ടുള്ള സർവീസ് സെൻറ്റർ, നേരത്തെ കണ്ട മെയിനായിട്ടുള്ള സർവീസ് സെൻറ്ററിന് നമ്മൾ ഫോണുകൾ സർവീസ് അവരുടെ കടയിലെടുത്ത് അയച്ചു കൊടുക്കുന്ന ഒരു ഷോപ്പാണ്. അപ്പോൾ അവർ 2 ജോബാണ് അവർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷേ നമുക്ക് നേരത്തെ ആ സർവീസ് സെൻറ്ററിൽ കണ്ടത് അറൗണ്ട് 48-49 ജോബുണ്ട്. അത് വേറെ പല ഷോപ്പിൻ്റെയും മാത്രമല്ല ആ ഷോപ്പിൽ തന്നെ, അല്ലെങ്കിൽ ആ സർവീസ് സെൻറ്ററിൽ നിന്ന് നേരിട്ട് കസ്റ്റമേഴ്സിൽ നിന്നും വാങ്ങിച്ചിട്ടുള്ള ജോബുകളാണ് നമ്മളവിടെ കണ്ടത്. അപ്പോൾ ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഷോപ്പുകൾക്കും അറിയാൻ പറ്റും എൻ്റെ ഫോണിൻ്റെ ഞാൻ സർവീസ് ചെയ്യാൻ കൊടുത്ത ഫോണിൻ്റെ സ്റ്റാറ്റസ് എന്താണെന്നുള്ളത് അവർക്ക് വളരെ എളുപ്പത്തിൽ ഇതുവഴി അറിയാൻ സാധിക്കുന്നതായിരിക്കും. അതേമാതിരി അവിടെ നമുക്ക് സർവീസ് സെൻറ്റേഴ്സിനെ ഇതിനെ മാനേജ് ചെയ്യാൻ അല്ലെങ്കിൽ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ വളരെ എളുപ്പമായിട്ട് മാറുന്നതായിരിക്കും. അപ്പോൾ ഇതേമാതിരി തന്നെ ഇവർക്ക് ഈ ജോബിനെ പറ്റിയിട്ട് ഡീറ്റെയിൽസ് കാണാൻ പറ്റും. ബാക്കി എല്ലാ കാര്യങ്ങളും അതേമാതിരി തുല്യമായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ആപ്പ് വഴി നമുക്ക് ഇങ്ങനെ സർവീസ് സെൻറ്റേഴ്സിനെ മാനേജ് ചെയ്യാനും ഇതിനൊക്കെ വളരെ എളുപ്പമായിട്ട് വരികയാണ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ കോസ്റ്റിനെ പറ്റി നമുക്ക് സംസാരിക്കാം. അതായത് ഇത് ഫ്രീ ആപ്പാണ്. എല്ലാവർക്കും ഈ ആപ്പ് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഉള്ളിൽ വരുന്ന കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്യാൻ ഈ ആപ്പ് വെച്ചിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഇനി പെയ്ഡ് വേർഷൻ ഇതിനുണ്ട്. പക്ഷേ അത് സർവീസ് സെൻറ്ററിൻ്റെ വലിപ്പം, ഈ സർവീസ് സെൻറ്റേഴ്സ് വലിയ സർവീസ് സെൻറ്റേഴ്സ് ആകുമ്പോൾ എണ്ണം കൂടുതൽ സർവീസ് ചെയ്യുമ്പോഴും അതേമാതിരി തന്നെ കൂടുതൽ യൂസേഴ്സും കൂടുതൽ ഷോപ്സും എല്ലാ കാര്യങ്ങളും വരുന്ന സർവീസ് സെൻറ്റേഴ്സിന് മാത്രമാണ് ഇതിൽ പെയ്ഡ് ഫങ്ഷനാലിറ്റീസ് പർച്ചേസ് ചെയ്യേണ്ട ആവശ്യം വരുത്തുള്ളൂ. അപ്പോൾ ആ ഫങ്ഷനാലിറ്റീസ് ഓരോ ഷോപ്പിൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് നമുക്ക് മാറ്റങ്ങൾ വരുത്തി കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങളത് ഓൾറെഡി ചെയ്യുന്നുണ്ട്. പല വലിയ സർവീസ് സെൻറ്റേഴ്സിൽ നിന്ന് ഉപയോഗിക്കുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ 10-30 കസ്റ്റമേഴ്സിൽ ഒരു 3 തൊട്ട് 6 കസ്റ്റമേഴ്സ് കൂടുതൽ എണ്ണം ചെയ്യുന്ന കസ്റ്റമേഴ്സാണ്. അതായത് മൾട്ടിപ്പിൾ യൂസേഴ്സ് യൂസ് ചെയ്യുന്ന കസ്റ്റമേഴ്സ്. അപ്പോൾ ആ സർവീസ് സെൻറ്റേഴ്സിന് പെയ്ഡ് ആയിട്ടുള്ള ഫങ്ഷനാലിറ്റീസ് നമ്മൾ അവർക്ക് വേണ്ടി കസ്റ്റമൈസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അല്ലാത്ത ചെറിയ സർവീസ് സെൻറ്റേഴ്സ്, സിംഗിൾ സർവീസ് സെൻറ്റേഴ്സ്, അല്ലെങ്കിൽ സിംഗിൾ ഷോപ്പിൽ അല്ലെങ്കിൽ സിംഗിൾ സർവീസ് സെൻറ്റർ ആയിട്ട് നടത്തുന്ന എല്ലാവർക്കും ഇത് ലൈഫ് ലോങ് ഫ്രീ ആയിട്ട് ഈ ആപ്പ് ഉപയോഗിക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഈ ആപ്പ് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇത് പരമാവധി ഷെയർ ചെയ്യുക. സർവീസ് സെൻറ്റേഴ്സിന് ഇത് ഗുണകരമാവുന്ന ഒരു ആപ്പാണ്. അതുമാതിരി തന്നെ ഇത് നിങ്ങളുടെ കാര്യങ്ങൾ വളരെ എളുപ്പമാക്കി മാറ്റുന്ന ഒരു ആപ്പാണ്. അതുകൊണ്ട് ഇത് ഷെയർ ചെയ്യുക, ഉപയോഗിച്ച് നോക്കുക. നിങ്ങളുടെ സജഷൻസ്, ഫീഡ്ബാക്സൊക്കെ ഇതിൽ ഈ വീഡിയോൻ്റെ താഴെ തരുന്ന നമ്പറിൽ നിങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വളരെ ഉപകാരപ്പെടും. അതേമാതിരി നിങ്ങൾക്ക് വേണ്ട ചേഞ്ചസ് ഞങ്ങൾക്ക് ചെയ്തു തരാൻ സാധിക്കുന്നതായിരിക്കും. താങ്ക് യു.